കൊറേ ആയി മൈ സ്റ്റോറി ഒന്നും കേട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പുതിയ ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല സുലേഖ മാമിനെ. നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ലക്ഷദ്വീപിൽ നിന്ന് ബി മാജിക്കിന്റെ ഒരു എന്താ പറയാ മെമ്പർ ഉള്ളതാണ് സുലേഖ മാം. അപ്പൊ അത്രയും ലോങ്ങിൽ നമ്മൾ ബി മാജിക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. അപ്പോ നമ്മുടെ സുലേഖ മാമിന്റെ മൈ സ്റ്റോറി ആണ്, നമ്മുടെ വി മാജിക് മെമ്പർ കൂടെ ആയിട്ടുള്ള സുലേഖ മാമിന്റെ മൈ സ്റ്റോറി ആണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് മാം ഷെയർ ചെയ്യുന്നത്. സോ സ്റ്റോറി കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പം ഓരോരുത്തരും ഇപ്പം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്, ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതാണ് സുലേഖ മാം ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സുലേഖ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. സുലേഖ മാം. മാം ഞാൻ ഓഡിയബിൾ ആണോ സുലേഖ മാം? മാജിക് മോർണിംഗ് ഓൾ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിലുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ, പക്ഷെ മൈ സ്റ്റോറി എന്ന് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഹലോ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓഡിയബിൾ അല്ലേ ഞാന്? യെസ്. ഓക്കെ, മാമിന് റേഞ്ച് ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഹലോ മാം, ഓക്കെ ആണോ? ഓഡിയബിൾ ആണോ ഞാന്? യെസ്, ഇപ്പൊ ഓഡിയബിൾ ആണ്. ഓക്കെ, അപ്പൊ മൈ സ്റ്റോറി, എനിക്ക് എന്റെ കുറച്ച് കാര്യങ്ങൾ ബി മാജിക്കിൽ വരുന്നതിനും അതിന് മുന്നേയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഇതില് ഗുരു ആയിരിക്കുന്നവരുടെയും എന്റെ അതുപോലെ അറിയുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പൊ എന്റെ ചെറുപ്പം മുതലുള്ള കാര്യം, ഞാൻ ബി മാജിക്കിൽ എത്തുന്നത് വാട്സപ്പ് ഒരു ലിങ്ക് കിട്ടിയിട്ടാണ്. ദീപിന് വേറെ ആരുമില്ല, അപ്പൊ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, എങ്ങനെയോ ഇതിലേക്ക് എത്തിയതാണ്. പക്ഷെ എന്റെ ചെറുപ്പം എങ്ങനെയാന്ന് വെച്ചാല്, ഞാന് 2 വയസ്സ് വരെ ആയിരുന്നു ഉപ്പ എന്റെ അടുത്തുണ്ടായിരുന്നത്. ഒരു മിനിറ്റ്. സോറി, ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മാക്സിമം ഞാൻ എന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോ 2 വയസ്സ് വരെയായിരുന്നു ഉപ്പ ഞങ്ങളൊപ്പം ഫാമിലിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉപ്പ വീട്ടിൽ നിന്ന് ഡൈവോഴ്സ് ആയതാണ്. അപ്പൊ ആ ഫീലിങ്സ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഉപ്പ ഇല്ലാത്ത കുട്ടി ആ രീതിയിലായിരുന്നു. എന്നാലും ഇപ്പൊ മനസ്സിലാക്കുന്നത്, ആ ഒരു കാര്യം നമ്മൾ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം എത്രയോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. കാരണം ആ ഒരാളെ സ്നേഹം കിട്ടിയില്ല, പകരം അതുപോലുള്ള 3-4 ഉപ്പമാരാണ് എന്നെ വളർത്തിയത്. വല്യുപ്പ ആയിക്കോട്ടെ, ഉമ്മാന്റെ അനിയത്തിമാരുടെ, അങ്ങനെ എല്ലാവരുടെ ഇടയിൽ വളർന്ന ഒരു മോളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമുക്ക് നേടിത്തരും, അല്ലെങ്കിൽ അവൾക്ക് ഇപ്പൊ ഇല്ലല്ലോ എന്നുള്ള ആ ഒരു കണ്ണോട് കുറെ പേര് കണ്ടിരുന്നു. അപ്പൊ അതും ശരിക്കും നമ്മളെ ലൈഫിനെ ബാധിച്ചു എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് എല്ലാവരും എന്ത് അനുഗ്രഹം കിട്ടിയാലും അതിലെ നെഗറ്റീവ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതില്ലല്ലോ ആ കാര്യങ്ങളായിരുന്നു. എന്നാൽ പിന്നെ ഉമ്മക്ക് ഒരു ഇതുള്ള എന്നെ പഠിപ്പിക്കണം എന്ന് ഉമ്മക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പഠനം +2 വരെ ഇവിടെ ദ്വീപിൽ തന്നെയായിരുന്നു, കടമത്തിലാണ് പഠിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് മലപ്പുറത്തേക്കാണ് വരുന്നത്. മലപ്പുറം ഗവൺമെന്റ് കോളേജിലായിരുന്നു 3 വർഷം. അത് കഴിഞ്ഞ് BEd തൃശ്ശൂരിൽ. അങ്ങനെ കേരളവുമായിട്ടുള്ള ബന്ധം അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴുള്ള കുറെ ഫ്രണ്ട്സുകൾ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഇയറിൽ വന്നപ്പോൾ അവരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് എന്താണെന്ന് വെച്ചാൽ ഈ ബി മാജിക്കിൽ വന്നതാണ്. വന്നതിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മള് എത്രയോ അനുഗ്രഹങ്ങൾ
നമുക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഈ മാജിക്കിൽ നിന്ന്. അതുപോലുള്ള നല്ലൊരു ഫാമിലി, ഇതുപോലുള്ള സപ്പോർട്ട് ഫാമിലിയിൽ നമുക്ക് ഇനി എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. അത് വേറെ ഒരു കാര്യം. പക്ഷേ എന്റെ ലൈഫിൽ വന്ന കുറെ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇതില് എനിക്കുണ്ടായിരുന്ന സക്സസുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇതിന്ന് ഡൗൺ ആയ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ പലരും ഇപ്പോഴും എന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്കും കൂടി എന്തെങ്കിലും ഇൻസ്പയർ ആവും എന്ന് കരുതി മാത്രമാണ് ഈ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഡറിങ് ഇല്ല കേട്ടോ പറയുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും കൂട്ടിച്ചേർക്കാനും പറ്റുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ചെറുപ്പം ഇങ്ങനെ ഒരു പ്രൊട്ടക്ട്, എല്ലാവരുടെയും പ്രൊട്ടക്ഷനോട് കൂടി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആയിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ സംസാരിക്കാനും ഇത്രയും സംസാരിച്ചിരുന്നില്ല ആദ്യം, പിന്നെയാണ് ഈ സംസാരമൊക്കെ വരുന്നത്. എന്നാലും ടീച്ചിങ് ആയിരുന്നു താല്പര്യമുള്ളത്. അപ്പൊ ഈ ബി.എഡ് കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഒരു ഗസ്റ്റ് ആയിട്ട് 1 മന്ത്. അപ്പൊ എന്നെ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്യപ്പയും വല്യമ്മയുണ്ട്. ഞങ്ങൾ തറവാട്ട് വീട്ടിലാണ് അവിടെ ഉള്ളത്. അപ്പോ വല്യപ്പയും വല്യമ്മയാണ് കൂടുതലും. അപ്പൊ ജോലി കിട്ടണം, നമ്മളെ പഠിപ്പിച്ച് അങ്ങനെ അവരെ മനസ്സിൽ. അപ്പൊ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ കണ്ണടയുന്നതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്യുന്നത് അവർക്ക് കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഗസ്റ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത് 1 മന്ത് കഴിഞ്ഞ ഉടനെ തീരുന്ന അന്നാണ് വല്യപ്പ മരിക്കുന്നത്. അങ്ങനെ കുറെ സംഭവങ്ങൾ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ തന്നെ, പിന്നെ മാരേജ് കഴിഞ്ഞു, ബി.എഡ് കഴിഞ്ഞ് വന്നിട്ട് മാരേജ് കഴിഞ്ഞ് നാട്ടിലല്ലേ ഇപ്പോൾ ഉള്ളത്, കവരത്തിയിൽ, ലക്ഷദ്വീപിൽ തന്നെ വേറെ ഹെഡായിട്ട് വരും കവരത്തി. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഹസ്ബൻഡുമായിട്ട് ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെയാണ്. 2010 മാരേജ് കഴിയുന്നത്. അപ്പൊ തൊട്ട് അവിടെ ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ ബി.എഡ് കഴിഞ്ഞ് അവർ സ്കൂളിൽ വർക്ക് ചെയ്തു. ഗസ്റ്റ് ആയിട്ടാണ് ഇവിടെ. പെർമനന്റ് ജോബിനൊക്കെ അപേക്ഷിച്ചെങ്കിലും അടുത്ത് വരെ എത്തി, പക്ഷേ പെർമനന്റിലേക്ക് എത്തിയിട്ടില്ല. ഗസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു 1 ഇയർ 1 ഇയർ. അങ്ങനെ ഇക്കാന്റെ അടുത്ത് തന്നെയായിരുന്നു. പിന്നെ വേറെ ദ്വീപിലേക്ക് കിട്ടുമ്പോൾ അവിടെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ 2 മക്കളുണ്ട്. മോള് 5ാം ക്ലാസ്സിൽ നിന്ന് 6ലേക്കായി. മോൻ ചെറുതാണ്, 5 വയസ്സ്. ഇന്നലെ ചെറിയ ഒരു മോന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ അവൻ തീരെ സമ്മതിക്കുന്നില്ല. അടുത്ത് കുറെ നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അവതരിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സിറ്റുവേഷനിലും ആയിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു വന്നാല് ഈ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യങ്ങള് എനിക്ക് മനസ്സിലാവും. എന്റെ ഉപ്പാന്റെ ഇപ്പോഴും എനിക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. ഈ മാജിക്കിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ കുറെ അനുഗ്രഹങ്ങൾ അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളായി നമ്മൾ ഇതിന്ന് തന്നെ പഠിച്ച, ഞാൻ ഒക്കെ ഫോളോ ചെയ്തിരുന്നു തുടക്കത്തില് കറക്റ്റ്. ഇപ്പൊ ഞാൻ കുറച്ച് ബാക്കിലാണ് എങ്കിലും ഞാൻ കുറെ കാര്യങ്ങൾ ഇതിന്ന് വിട്ടിട്ടേ ഇല്ല. അപ്പൊ നമ്മുടെ മോർണിംഗ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ മെഡിറ്റേഷൻ, പിന്നെ ഒപ്പനോ ആ പ്രാക്ടീസ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഒരു റിസൾട്ട് ഞാൻ ഇപ്പൊ പറയാൻ നിങ്ങളുടെ അടുത്ത് ഉദ്ദേശിക്കുന്നത്, ഞാൻ സെസാറിന്റെ ഇതില് ഒരു ഡ്രീം മാപ്പിന്റെ കോഴ്സ് ചെയ്തിരുന്നു. അപ്പൊ എന്റെ ഡ്രീമിൽ ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. പക്ഷേ കറക്റ്റ് ഡെസ്റ്റിനി ഞാൻ തീരുമാനിച്ചതിലേ മിസ്റ്റേക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് അതിലേക്ക് എത്തിയില്ല, എന്നാലും ഏൺ ചെയ്തു കുറെ കാര്യങ്ങൾ. പക്ഷേ ഞാൻ അതില് സാറിനോട് പറഞ്ഞിരിക്കുന്ന, അപ്പോൾ ഒരു ടൈലറിങ് പഠിച്ചിരുന്നു. ഞാൻ എൻ്റെ ടീച്ചിങ്ങും ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ടൈലറിങ് ഞാൻ എൻ്റെ ഇടയിൽ കഴിഞ്ഞു. അപ്പൊ അതാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ അതില് ഞാൻ ഏറ്റവും മാക്സിമം കണ്ട ഒരു 15,000 രൂപ എനിക്ക് 1 മന്ത്. അതാണ് ഞാൻ എന്നെ സംബന്ധിച്ച് അന്ന് ഞാൻ ഒരു സ്റ്റാർട്ടിങ് ആണ്, അതേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ അതാ കണ്ടിരുന്നത്. ഒരു ഡയറിയിൽ എഴുതി വെക്കുകയും ചെയ്തു. പക്ഷെ അതിലും എനിക്ക് വന്ന മിസ്റ്റേക്ക്, ചെയ്ത സമയത്ത് ഞാൻ ഏറ്റവും സക്സസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും, പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ വിട്ടു പകുതിയൊക്കെ ഇടയിൽ. ഈ ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന സമയത്ത് കുറെയൊക്കെ പകർത്തിയതിലേ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല, ഫോൾട്ട് വന്നു. പക്ഷേ അത് കഴിഞ്ഞ് ടീച്ചിങ് എൻ്റെ മൈൻഡിലേക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ ഈ മാജിക്കിൽ ഇല്ല അതിന്റെ ഇടയിൽ. ആ സമയത്ത് എനിക്കൊരു ഇന്റർവ്യൂ വന്നു കവരത്തിയിൽ. അതുവരെ അവിടെ ഞാൻ മലയാളമാണ് മെയിൻ എടുത്തിരുന്നത്. മലയാളത്തിന്റെ ഓപ്ഷൻ കേന്ദ്ര വിദ്യാലയത്തിലില്ല. അപ്പോൾ ഒരു പോസ്റ്റ് ആദ്യമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിളിക്കുന്നത്. അപ്പോൾ തീരെ താല്പര്യമില്ലായിരുന്നു പോവാന്. കാരണം KV-യിലാണ്, നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം വരും, പറ്റുമോ എന്നറിയില്ല. പക്ഷെ എന്നാലും ഇക്ക പറഞ്ഞു ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കും, നമ്മൾ ഇവിടെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ പോകുന്ന സമയത്ത് ഫുള്ള് മൈൻഡില് എന്താവും. പിന്നെ ഹൊപ്പനോ ചൊല്ലിക്കൊണ്ടിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ വിഷ്വൽ ചെയ്തു ശരിക്കും. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടത്തെ ഈ സിറ്റുവേഷൻ അറിയുന്ന, അല്ലെങ്കിൽ ലാംഗ്വേജ് കപ്പാസിറ്റി നമുക്ക് ഇതിലൂടെ അങ്ങനെ അവിടെ ഇരുന്ന് വിഷ്വൽ ചെയ്തു. ഞങ്ങൾ 7 പേര് അറ്റൻഡ് ചെയ്തതിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ കോൾ ചെയ്തു, എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. അങ്ങനെ ഞാൻ പോയി. അവിടെ പോയി കഴിഞ്ഞിട്ടും കുറെ കാര്യങ്ങൾ നമ്മുടെ മാജിക്കിൽ കുറെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റി എനിക്ക്. പക്ഷെ കുറെ കാര്യങ്ങൾ എന്നെ ബാക്ക് ആക്കിയതും ഉണ്ടായിരുന്നു അതില്.
എന്നാലും ഞാൻ 5 മന്ത് അവിടെ വർക്ക് ചെയ്തു. അപ്പൊ അത് ശരിക്കും ഞാൻ അന്ന് ഞാൻ കണ്ടിരുന്നു അവിടെ ആ കോണിപ്പടിയിലൂടെ കയറുന്നതും അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ആ ഒരു ഇത് എനിക്ക് അന്ന് തന്നെ അത് ലഭിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഈ വിമാജിക്കിൽ നിന്ന് കിട്ടിയ ആ പ്രാക്ടീസിലൂടെ. പക്ഷെ അതിനേക്കാളും ഇത് വരുന്നത് എനിക്ക് സാലറി വന്നു തുടങ്ങി. അപ്പൊ അവിടുത്തെ എനിക്ക് ഇതിൽ കാണിച്ചിരിക്കുന്നത് 23,000 എബോവ് കാണിച്ചിരുന്നു. പക്ഷേ ലീവ് ഒക്കെ കട്ടായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് ഹോളിഡേസ് ഒക്കെ വരുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നത് മാത്രമായിരുന്നു. പക്ഷേ കറക്റ്റ് 15,000 രൂപ ആയിരുന്നു. എനിക്ക് 2 മാസം കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഏതോ സമയത്ത് ആ ഡയറി തുറക്കുമ്പോൾ ഞാൻ ഏൺ ചെയ്യാൻ വേണ്ടി എഴുതി വെച്ച് അന്ന് നോട്ട് ചെയ്ത ആ എമൗണ്ട് തന്നു. ഞാനത് ഇതിലുള്ള ഷമീറിനോട് എനിക്ക് 2-3 ഇപ്പോഴും കോണ്ടാക്ട് കണ്ടിന്യൂ ഉള്ള 2-3 പേരുണ്ട്. ഷാജൻ സാറ് ഇവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് എഴുതി വെച്ച അതേ എമൗണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ടീച്ചിങ്ങിൽ അതിനേക്കാളും കൂടുതൽ കിട്ടും. പക്ഷെ എന്റെ മൈൻഡിൽ കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്താണോ സെറ്റ് ചെയ്യുന്നത് അതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയേ പറ്റുന്ന നമ്മൾക്ക് കൊടുക്കുന്ന വാല്യൂ ആണ് അവിടെ എനിക്ക് തോന്നിയ ഒരു പ്രതീക്ഷിക്കാതെ നടന്ന ഒരു കാര്യം. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ എന്താന്ന് വെച്ചാൽ അവിടെ പോയ സമയത്ത് കുറെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നേരിടേണ്ടി മീൻസ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇതുവരെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്ത സിറ്റുവേഷൻ അല്ല അവിടെ. അവിടെ ഉള്ളവര് മലയാളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ മലയാളിയോ അത് അവിടെ അതേ ഉച്ചരിക്കാൻ പാടില്ലാത്തായിരുന്നു. ഇപ്പൊ എനിക്ക് മാത്രമാണ് ക്ലാസ്സിലും എവിടെ വേണമെങ്കിലും മലയാളത്തിൽ സംസാരിക്കാനുള്ളത് ഒരു ചാൻസ്. ബാക്കി എല്ലാവരും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കാണും. അപ്പൊ അത് കുറെ എനിക്കിങ്ങനെ മാറ്റി നിർത്തുന്ന പോലെ തോന്നി. പക്ഷെ നമ്മൾ വിമാജിക്കുന്ന കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് ആ തുടക്കത്തില് ശരിക്കും ഇത് അപ്ലൈ ചെയ്യാനോ ഞാനാണെങ്കിൽ ഇതിന്ന് കുറെ നാളായി വിട്ടു നിന്നു. അപ്പൊ എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ മനസ്സിലെ കുറെ കാര്യങ്ങൾ. പിന്നെ ഞാൻ തോട്ട് ചെയ്ത നമ്മൾ ചിന്തിച്ചതാണല്ലോ നടക്കും എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ കറക്റ്റ് ആണ് ഇപ്പൊ കുറെ ആയിട്ട് നടക്കുന്നത്. ഞാൻ ആ ഏപ്രിൽ മെയ്ക്ക് കറക്റ്റ് ഇപ്പൊ നോക്കിയാൽ ഒരു വർഷം ഈ ഏപ്രിലേക്ക് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു വർഷം മുന്നേ നമ്മുടെ മീറ്റപ്പിന് വന്നിരുന്നു. വന്ന സമയത്തും അതുപോലെ മോളുടെ കുറെ കാര്യങ്ങൾ ഞാൻ അന്ന് ഡ്രീം മാപ്പിംഗ് സെക്ഷനിൽ എഴുതി വെച്ചിരുന്നു. മോൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ട് ഒരു കോഴ്സ് കൊടുക്കണം, ഒന്നുകിൽ ക്യാമ്പ് അല്ലെങ്കിൽ കരാട്ടി അങ്ങനെ എന്തെങ്കിലും. അതിൽ ഒരെണ്ണം ആയിരുന്നു ക്യാമ്പ് മോൾ അറ്റൻഡ് ചെയ്തത്. പിന്നെ ഇതിലുള്ള കുറെ പേര് എനിക്ക് കാണാൻ സാധിച്ചു. ഇതൊക്കെ എന്റെ ഡയറിയിൽ ഇങ്ങനെ ഈ പോയി കഴിഞ്ഞാൽ ഇത്ര പേരെ കാണണം, മീറ്റ് ചെയ്യണം. അതിൽ ഏകദേശം ഒരു 100 പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു 90 പേരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ അതാണ് നമ്മളെ ചിന്ത തന്നെയാണ്. അതിന്റെ ഇടയിൽ എനിക്ക് കുറെ മിസ്റ്റേക്കുകളും സംഭവിച്ചതെന്ന് വെച്ചാൽ ചിലർ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ബിമാജിക് തന്നെ ഉള്ള ഞാൻ വ്യക്തികളെ എടുത്ത് പറയുന്നില്ല. എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് എന്താണ്? ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടും മറ്റുള്ളവരെ വാക്ക് കേട്ട് ഞാൻ ഇതിന്ന് വിട്ടു നിന്നു. കാരണം ഞാൻ വിചാരിക്കുന്നേ നമുക്ക് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന വ്യക്തികൾ നമ്മളോട് ഒരു നെഗറ്റീവ് രീതിയിൽ പെരുമാറിയപ്പോ പിന്നെ ഇവര് നമ്മളോട് ഒരു കാര്യം പറയുന്നു ഇതിലൊരു രീതിയിലോ അപ്പോ അങ്ങനെ മനസ്സിൽ കുറെ വന്നിരുന്നു. അപ്പൊ അത് കാരണം ഇതിൽ നിന്ന് വിട്ടിരുന്നു. കാരണം ഇതിൽ ആരോട് പോലും ഷെയർ ചെയ്യാൻ ഞാൻ നിന്നില്ല. അപ്പൊ അത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട തോട്ട്സ് ആയിരുന്നു കുറെ ആയി പിന്നെ നടക്കുന്നേ. പിന്നെ ഇതിലേക്ക് വരാൻ ഇടയ്ക്ക് ശ്രമിക്കും, പിന്നെയും പോകുന്നുണ്ട്. കണ്ടിന്യൂ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതലൊക്കെ ഇടയ്ക്ക് നിർത്തി. പക്ഷെ അതിന്റെ ഇടയിൽ പിന്നെയും ഇടയ്ക്ക് എനിക്ക് ഇത് ഞാൻ വിട്ടിട്ടില്ലെന്ന് എന്റെ മൈൻഡിൽ ഫുള്ളും പകുതിയെങ്കിലും ഉണ്ട്. കുറെ കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതാവോന്നറിയില്ല. ഫുള്ളും ഇതിന്ന് പൂർണ്ണമായും ഞാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിലാണ് എന്റെ നമ്മള് പല ക്ലാസ്സുകളും കേട്ട സമയത്ത് നമ്മളെ മനസ്സിൽ കുറെ കാര്യങ്ങൾ നിൽക്കും ചെറുപ്പത്തിലുള്ളതെന്ന് പറഞ്ഞിരുന്നു. ആ വേദനകൾ നമ്മളെ വേറെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ആ റിലേഷനിൽ ഉപ്പ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്റെ അടുത്തില്ലായിരുന്നല്ലോ, ആ സ്നേഹം കിട്ടിയില്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കണ്ടത്. പക്ഷെ ബി മാജിക്കിൽ വന്ന് പല പ്രാക്ടീസും ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപ്പ അന്ന് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മാറി നിന്നപ്പോ എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ കിട്ടി. ചിലപ്പോ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്രയും സ്വാതന്ത്ര്യം എന്റെ ജീവിതത്തിൽ ചിലപ്പോ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി എല്ലാം പുറത്തു കൊടുത്തിരുന്നു. മനസ്സിലുള്ള സങ്കടങ്ങൾക്കും അതൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഈ 1 മന്ത് ഇപ്പൊ കറക്റ്റ് 2 മന്ത് ആയിട്ടുണ്ട്. 2 മന്ത് മുന്നേ നടന്ന ഒരു കാര്യം ഞാനൊരു ഡയറിയിൽ എഴുതി. ഇതിലുള്ള എന്നെ നല്ലോണം അറിയുന്ന ഒരാൾക്ക് ഞാൻ സെൻഡ് ചെയ്തും കൊടുത്തിരുന്നു. ഞാനൊരു കഥ പോലെ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉപ്പാന്റെ സ്നേഹം ഇങ്ങനെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചു. മറ്റുള്ള കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരെ ആ ഫാമിലി നമുക്കില്ലല്ലോ, ഉപ്പ കൂടെ ഇല്ല. അങ്ങനെ ആ ഒരു സങ്കടങ്ങൾ മാത്രം വന്ന എനിക്ക്. പക്ഷെ വീട്ടുകാർ ഉപ്പാനെ കുറിച്ച് എനിക്ക് തന്ന ചിത്രം എന്ന് വെച്ചാൽ നല്ലൊരു ചിത്രമായിരുന്നു. മനസ്സിൽ ഉപ്പാനെ വെറുക്കാനോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹം മനസ്സിലുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് ഉപ്പാനുമായിട്ട് ഒന്നിച്ച് യാത്ര പറ്റും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതി വെച്ചിരുന്നു. അന്ന് വെറുതെ എനിക്ക് തോന്നിയപ്പോ എഴുതി വെച്ചതാണ്. പക്ഷേ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അത് എഴുതി എനിക്ക് തോന്നുന്നു
ഒരു 2 വീക്കോ 3 വീക്കോ ആണെന്നറിയില്ല. ഒരു ദിവസം ഉപ്പ എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഇടക്കാണ് കോണ്ടാക്ട് ചെയ്യുക, എപ്പോഴും ഒന്നുമില്ല. കോണ്ടാക്ട് ചെയ്താൽ കുറേ തോനെ സംസാരിക്കും, അങ്ങനെയാണുള്ളത്. അപ്പോ ഉപ്പ വിളിച്ചു. ഉപ്പ വേറെ ഇപ്പഴും ഉപ്പ ഉണ്ട്. ഉപ്പ വേറെ ദ്വീപില് സെറ്റിൽഡ് ആണ്. അവിടെ മക്കളും ഉണ്ട്. അവരും എന്നെ കോണ്ടാക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ ഉപ്പ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് കണ്ണിന് തീരെ 2 കണ്ണും കാണുന്നില്ല. അപ്പൊ തിമിരത്തിന്റെ ഒരു ഓപ്പറേഷന് കവരത്തിയിൽ ഞാനുള്ള ദ്വീപിലേക്ക് വരുന്നുണ്ട്. അവിടെ വീട്ടില് എങ്ങനെയാ സിറ്റുവേഷൻ, നിൽക്കാനുള്ള സൗകര്യം കൊണ്ട് അങ്ങനെയൊക്കെ കേട്ട് ഉപ്പ വിളിച്ചു. അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ ഹാപ്പിയായി. കാരണം ഉപ്പ വരികയാണ് എൻ്റെ അടുത്തേക്ക്. അങ്ങനെ പിന്നെ ഉപ്പ വന്നു. ഇപ്പൊ ഈ നോമ്പിന്, ഞങ്ങളെ കഴിഞ്ഞ നോമ്പിന്റെ ഈ 1 മന്ത് ഉപ്പ എന്റെ അടുത്തായിരുന്നു ഫുള്ള്. ശരിക്കും ഞാൻ വേറൊരു ലോകത്തെന്ന് പറയാം. കാരണം പിന്നെയാണ് ഞാൻ പിന്നെയും ആ ബുക്ക് എടുത്ത് ഇങ്ങനെ ഏതോ ഒരു നോക്കുമ്പോ ഉണ്ട്, അതില് കാണുന്നു ഏത് ഞാനന്ന് എഴുതി വെച്ചിരുന്നു ഇത് ഉപ്പാനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അത് ഇത്ര വേഗം യൂണിവേഴ്സ് എനിക്ക് സാധിപ്പിച്ച് തന്നു എന്നായി. കാരണം ഞാൻ അന്ന് ചെറുപ്പത്തിന്ന് കിട്ടാത്ത എന്റെ അടുത്ത് ഇപ്പൊ ഉണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും. ഞങ്ങള് കണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ. അന്ന് നമ്മള് ഏപ്രിൽ മെയ്ക്ക് എല്ലാവരെയും കണ്ടു പോകുന്ന വഴിക്ക് ഉപ്പ ഉള്ള ദ്വീപിൽ ഇറങ്ങി ഉപ്പാനെ കണ്ടു ഒരു അരമണിക്കൂർ ഇറങ്ങിയിട്ട് പോയിരുന്നു. അല്ലാണ്ട് എന്റെ കൂടെ നിന്നിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പൊ ഇപ്പൊ ഈ 1 മന്ത് ആയിട്ട് ശരിക്കും ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പൊ പോകാനുള്ളതാ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏട്ടന്റെ ഒപ്പം. പക്ഷെ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ സിറ്റുവേഷൻ, ഏട്ടന് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വിളി വന്നു. അങ്ങനെ ഏട്ടൻ പോയി. പിന്നെ ഉപ്പനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു പെരുന്നാളിന് പോകാന്ന് കരുതി. പക്ഷെ എന്റെ കൂടെയാണ് ഇപ്പൊ 1 മന്ത്. അപ്പൊ ആ ഇത് എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ, ആ ബാല്യത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരിക്കലും നടക്കുന്നതല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവാൻ ഒരിക്കലും പക്ഷെ നടന്നു കാര്യങ്ങൾ. അപ്പൊ ഞാൻ അത് വന്നപ്പോ എനിക്ക് ബി മാജിക്കിൽ വന്ന് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് എന്റെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല. എന്റെ മൈൻഡിൽ അങ്ങനെ കിടക്കുക. ഞാൻ കൃത്യമായിട്ടൊന്നും ചെയ്യാതെ എങ്ങനെ എന്റെ ടീമിനോടും ഞാൻ സംസാരിക്കും. അപ്പൊ ഓസിൻ സാറിന്റെ ഇടയ്ക്ക് ക്ലാസ്സുകളിൽ കയറും ഞാൻ. അത് കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എഴുതി വെക്കും, ഇനി മാറ്റാൻ വരത്തില്ല, കണ്ടിന്യൂ ചെയ്യാം, പിന്നെയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടു പോവായിരുന്നു. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മള് കുറെ നാൾ ഇത് ചെയ്തു എന്ന് വെച്ചാൽ അതിനുള്ള റിസൾട്ട് ഉണ്ട്. നമ്മൾ എന്ത് നന്മ ഇട്ടിട്ടുണ്ട് അതിനുള്ള റിസൾട്ട് നമുക്കുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂ വേണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ എന്നുള്ളത് ശരിക്കും ഇതിൽ നിന്ന് പഠിച്ച ഒരു പാഠം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ അന്ന് ചെയ്തതിനുള്ള റിസൾട്ട് ആവും എനിക്കിപ്പോ കുറെ നാളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയും കണ്ടിന്യൂ ഇതിൽ തന്നെ. പിന്നെ പിന്നെ ഒരു കാര്യം, ഉപ്പ വന്നപ്പോ ഉപ്പ നല്ലോണം സംസാരിക്കും. ഉപ്പാനോട് ഞാൻ നമ്മുടെ ബി മാജിക്കിനെ കുറിച്ചും ഒപ്പനൊപ്പന ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഉപ്പ നല്ല ഇൻട്രസ്റ്റ് ആണ്, ഉപ്പക്ക് ഇതിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കട്ടെ. അപ്പൊ ഉപ്പ പറഞ്ഞു അങ്ങനെ എന്തിനാ ചോദിക്കുന്നത്, നിന്റെ ഉപ്പ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് അതിലെ അപ്പൊ എനിക്ക് ഉപ്പ ഉണ്ടാവുമ്പോ എനിക്ക് അപ്പൊ ഇതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഉപ്പ ഇരിക്കുമ്പോ പറയാൻ പറ്റും, അങ്ങനെ ഒരു രീതിയിൽ. പക്ഷെ ഇന്നാള് ഞാൻ അജിഷ മാമിന് ഒരു നമ്പർ കൊടുത്തിരുന്നു. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഉപ്പ ഓൾറെഡി ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നെയാണ് ഉപ്പ വരുന്നതെങ്കിൽ ഇപ്പൊ എല്ലാവരും ഉപ്പാനെ പരിചയപ്പെടുകയും അപ്പൊ ഉപ്പാന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പൊ അതും കൂടി ചിലപ്പോ ഈ ഫാമിലിയിൽ തുടരണം എന്നാണ് കുറെ നാളായി ഇപ്പൊ ആഗ്രഹിക്കുന്നതിന്റെ ഇടയിലാണ്. ഇനിയിപ്പോ ശരിക്കും സ്റ്റോറി ആയിരുന്നില്ല ഇന്ന് പറയേണ്ടിയിരുന്നത്, ബുക്ക് റിവ്യൂ ആയിരുന്നു. പക്ഷെ ഞാനിപ്പോ നാട്ടിൽ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ ബുക്കിന്റെ ഒന്നും ഞാൻ കുറെ ആയിട്ട് പ്രിപ്പയർ അല്ല. അപ്പൊ എനിക്ക് പറഞ്ഞാൽ റെഡിയാവും ആ ഒരു സംശയത്തിലാണ് ഞാൻ. എന്നാൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം, അല്ല ഫുൾ ലൈഫ് സ്റ്റോറി ആവോ മൈ സ്റ്റോറി കണ്ടിന്യൂ ആവോ എന്നൊന്നും അറിയില്ല. എന്നാലും എന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇതിൽ വന്നപ്പോൾ ഓരോ വ്യക്തിയിൽ നിന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ഫാമിലി പോലെ എനിക്ക് ബ്രദറിന്റെ സ്ഥാനത്തുള്ളവരുണ്ട് ഇതില്, അനിയന്റെ സ്ഥാനത്തുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് പിന്നെ ഇപ്പോഴും കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഞാനും ഇതിൽ വന്ന സമയത്ത് സമീറയും തമ്മിൽ എവിടെന്നറിയില്ല നല്ല ഒരു ബോണ്ടിങ് ആയ ഒരാളാണ്. ഞങ്ങൾ എല്ലാം സംസാരിക്കും. അപ്പൊ നമ്മുടെ ഇതിൽ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത കുറെ കാര്യങ്ങൾ അതിൽ കുറച്ചൊക്കെ നടന്നു. ഈ ടീച്ചിങ് തന്നെ അതിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ടാണ്. പിന്നെ എനിക്ക് ഇതിൽ കണ്ടിന്യൂ ഇതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റി ഇനി കിട്ടാനില്ല. നമ്മൾ ഇത് ഞാൻ മനസ്സിലാക്കിയപ്പോ പല ഇതിലും വേറെ ഗ്രൂപ്പുകളിലും ക്ലാസ്സുകളിലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റവും ഷോർട്ട് രൂപമാണ്. ഇനി ചെറുതാക്കാനില്ല. ഈ ലിസ്റ്റ് ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് മാത്രമേ ഉണ്ടാവൂ. എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സിറ്റുവേഷൻ ഇപ്പൊ അവിടെ പോയ സമയത്ത്, ഇത് സ്കൂളിൽ പോയ സമയത്ത് മറ്റുള്ളവരെ കുറ്റം പറയുന്ന നമ്മളിപ്പോ പറയുന്നില്ല എന്നല്ല, പക്ഷെ ഫുള്ളും
അവരവരെ കാര്യത്തിന് നിൽക്കുന്ന ഓഫീസ് സ്റ്റാഫിനെയും കൂടെ വർക്ക് ചെയ്യുന്നവരെയാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് നമ്മൾ കുറെ പേര് ഇങ്ങനെ നമുക്ക് മനസ്സിലാവും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാണ്. ചില സമയത്ത് ഇങ്ങനെ ക്ലാസ്സിലേക്കൊക്കെ കയറാൻ പോകുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ അരമണിക്കൂർ 15-20 മിനിറ്റോളം നിൽക്കുന്ന സമയത്ത് ഒരു തവണ ഞാൻ ഇതിലുള്ള ഷാജൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കിവിടെ പറ്റുന്നില്ല തീരെ, കിട്ടിയ ജോബ് ഞാൻ വിട്ടിട്ട് പോകാൻ ഉള്ള പ്ലാനിലാണ്. പറഞ്ഞു നമ്മൾ പിന്നെ ഈ പഠിച്ചത് എന്താണ്, ഇത് അതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്ക്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പൊ ഇതിലുള്ള ഓരോന്നാണ് പിന്നെ ഞാൻ അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ 5 മാസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പോരാ നേരം അവിടെ എല്ലാവരുമായിട്ട് നല്ല എന്ന് വെച്ചാൽ അവര് അവിടുത്തെ ഒരു വ്യക്തിയെ പോലെ നമ്മൾ അത്രയും, കാരണം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് തെറ്റ് കാണാതെ അവരുടെ നന്മ മാത്രം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമ്മളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതും കൂടാതെ പിന്നെ ഒരു കാര്യം, ഈ ഗ്രൂപ്പിൽ ഇപ്പൊ അറിയില്ല, പലരെയും പുതിയ ആളുകളെ അറിയുന്നില്ല. ഇപ്പോഴും ഇതിന്റെ ഇടയിൽ ലീഡേഴ്സിന്റെ അതിലേക്ക് താല്പര്യമുണ്ട്. പക്ഷെ എന്റെ മനസ്സിലേക്ക് ഞാൻ പിന്നെയും ഇതൊക്കെ ചിന്തിക്കും, എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ ഞാൻ റെഡിയാകും, അത് ആ തോട്ട് വരുന്നത് കാരണം ഞാൻ പിന്നെയും അങ്ങോട്ട് പകുതിയിൽ നിർത്തുകയാണ്. പക്ഷെ ഇത് ഉള്ള സമയത്ത് നമ്മൾ ഒരു ആക്റ്റീവായി നിന്ന ടൈമിൽ എല്ലാവരെയും വിളിച്ചിരുന്നു, നമ്മുടെ ടീമിനെ ആയിക്കോട്ടെ, നല്ലൊരു ബന്ധം. ഇപ്പൊ ഇതിലും പലരും വരുന്നു പോകുന്നു. എനിക്ക് തോന്നി നമ്മളൊന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ കാര്യങ്ങൾ അറിയുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ ഗ്യാപ്പ് വന്നതുകൊണ്ട് മാത്രമാണ് ഇതിൽ ജോയിന്റ് ആയിട്ടും ഈ മോർണിംഗ് ക്ലബിലോ ഇതിലോ മീറ്റിലോ പലരും അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ടൈമൊന്നും നോക്കില്ല കേട്ടോ, സമയമായോ ഇല്ലല്ലേ? അപ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുക. നമുക്കിപ്പോ ഇതിൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് എല്ലാവരെയും ഇപ്പൊ മനസ്സാറിനൊക്കെ എപ്പോഴും വീഡിയോയിൽ കാണുന്നതാണ്. അപ്പൊ അവരുണ്ട്, നമ്മളെ ഒരു ടീം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ മോർണിംഗിൽ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് നമ്മളൊരു റൊട്ടീൻ പോലെയാണ് ഇത് തുടങ്ങിക്കൊണ്ടിരുന്നത്. എനിക്ക് ഞാൻ കുറച്ച് നാള് ആദ്യം തുടക്കത്തിലൊന്നും വീഡിയോ ഓൺ ആക്കിയിരുന്നു, പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കിയേ ഇരിക്കും. എനിക്ക് വീഡിയോ ഓൺ ആക്കാതിരുന്നാലാണ് പ്രശ്നമായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൽ വന്നപ്പോ. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും കാണുന്നത്, മറ്റേത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ വർക്കിന്റെ കൂടെ ഇത് കേൾക്കുന്നു എന്ന് മാത്രം. പക്ഷെ തുടക്കത്തിൽ ചെയ്തത് അങ്ങനെ ആയിരുന്നു. അപ്പൊ അതും ശരിക്കും ഇതിന് കുറച്ച് പേർക്ക് മോട്ടിവേഷൻ ആയിട്ട് കുറെ പേര് വിളിച്ചിരുന്നു. അങ്ങനെ ഒരാൾ ഉണ്ടാകുമ്പോൾ, ഒരാൾ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ കൂടെ ആളുകൾ വരുന്നു. പക്ഷെ അതിലൂടെ നമുക്ക് തന്നെയാണ് മാറ്റം ഉണ്ടായത്. അപ്പൊ കുറെ പേര് സങ്കടങ്ങൾ നമ്മൾ ഇതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന, ചിലപ്പോൾ ഇപ്പൊ പലർക്കും കേൾക്കാൻ ആളുകളില്ല. അപ്പൊ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് അവർക്ക് വരുന്ന മാറ്റങ്ങൾ, അവരിൽ നിന്നൊരു താങ്ക്സ് നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മളെ സന്തോഷം. അപ്പൊ അങ്ങനെ ശരിക്കും ഒരു ഫാമിലി തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് വിട്ടു നിന്നപ്പോ അതും എനിക്ക് തോന്നി, ഇത്രയും നല്ല ഒരു നിധി കയ്യിൽ കിട്ടിയിട്ട് പിന്നെ ഞാൻ എന്തിനാ അതിന്റെ ബാക്ക് പോയി. ചിലപ്പോ എന്നെ ഇനിയും മാറ്റം വരുത്താനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇനിയും ഇതിൽ ചേഞ്ച് വരുത്താനുണ്ട്. ഇതിന്ന് മാറി നിന്നാലുള്ള അവസ്ഥ എന്താണ്, ഇതിൽ നിൽക്കുമ്പോഴുള്ള വാല്യൂ എന്താണ്, ശരിക്കും ഇപ്പൊ ഞാനത് കുറെ നാളായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഞാൻ എനിക്കറിയുന്ന ഇപ്പൊ ആരുടെ ഇതിലില്ലെങ്കിലും ആരുടെ നമ്മുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പിന്നെ അതുപോലെ ഇതിലിപ്പോ ഓരോ വ്യക്തിയും എടുത്ത് പറയണ എന്ന് വെച്ചാല്, അന്ന് കാണാൻ വന്ന സമയത്ത് മുൻ പരിചയമൊന്നുമില്ല, ഈ സൂമിലൂടെ കുറച്ച് മണിക്കൂറുകൾ ഇപ്പൊ നോക്ക്, ചിലർ അവരെ വർക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഓൺ ആക്കാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും, അറിയുന്നില്ല ഞാനിപ്പോ എത്ര പേര് നമ്മളെ കേൾക്കുന്നെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മളെ ഏറ്റവും സത്യസന്ധമായത് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു പിന്നെ നല്ലത് മാത്രമേ നടക്കുന്നുള്ളൂ. ഞാൻ അന്ന് മോളെയും കൊണ്ട് വരുന്ന സമയത്ത് ഇത്ര വരെ നമ്മൾ കേരളത്തിലേക്ക് വരുമായിരുന്നു, ഫാമിലി ആയിട്ടായിരുന്നു വന്നിരുന്നത്. ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഏപ്രിൽ മെയ് സമയത്ത് മോളെയും കൂട്ടി വരുന്നത്. അപ്പൊ എന്റെ മൈൻഡിൽ ഈ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, മോൾക്ക് ഒരു കോഴ്സ് കൊടുക്കണം. അങ്ങനെ ആ വരുന്ന സമയത്തും എനിക്ക് ഫുള്ളും ബി മാജിക്കിലെ ടീമായിരുന്നു ഹെൽപ്പ്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഇതിൽ കുറെ പേര് വീടുകളിൽ പോലും ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത്ര ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യാന്ന് വെച്ചാൽ അത്രക്കും നമ്മൾ റിലേഷൻ ആയാൽ മാത്രമേ നിൽക്കൂ, നമുക്ക് തന്നെ അറിയാലോ. അല്ലാതെ ഒരു കണ്ട പരിചയത്തിന്റെ പേരിൽ നമ്മൾ ആരും പോയി നിൽക്കില്ല. പക്ഷെ അത്രയും നിൽക്കണമെങ്കിൽ ഇതിലിപ്പോ ഫസ്റ്റ് ഞാൻ ഷാജൻ സാറിന്റെ വീട്ടിലാണ് അന്ന് എത്തിയത്. അന്ന് ഞാൻ വീഡിയോ കോളൊക്കെ അതിൽ സംസാരിച്ചിരുന്നു. വീട്ടുകാർ അവർ തന്നെ അത് സാറും മാത്രമല്ല, ഫാമിലി നമുക്ക് തരുന്ന സപ്പോർട്ട് കാണുമ്പോൾ വെച്ചാൽ നമ്മളെ കുറിച്ച് ആ വീട്ടിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അംഗത്തെ പോലെ ഒരു കുടുംബാംഗമായിരുന്നു ഈ ബി മാജിക്കിലുള്ള സമയത്ത് ശരിക്കും. അത് കഴിഞ്ഞ് സാറിന്റെ വീട്ടില് ഇത് സേവ് സാറിന്റെ വീട്ടിൽ വരെ എനിക്ക് നിൽക്കാൻ ഒരു അവസരം കിട്ടി. ഞാൻ ശരിക്കും അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഓരോ സിറ്റുവേഷൻ ആകുമ്പോൾ കറക്റ്റ് എനിക്ക് ഓരോ സ്ഥലം റെഡിയായി വന്ന പോലെയാണ്. പിന്നെ മനസാറിനെ കാണാൻ പറ്റി, പിന്നെ ബഷീർ സാറിനെ കാണാൻ പറ്റി, പിന്നെയും പ്രതീക്ഷിച്ച കുറച്ച് പേര് വരെ കാണാതെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കണ്ടതില്ലല്ലോ. പക്ഷെ ഇത്രയും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഈ ഞാൻ തന്നെ എന്നിൽ വന്ന പിന്നെ ഒരു ഫാൾട്ട്, ഇതിൽ 2-3 പേരിൽ നിന്ന് വന്ന കമന്റുകൾ, അല്ലെങ്കിലും
ഞാൻ ചെയ്തതിൽ ഫോൾട്ട് പറഞ്ഞു. പക്ഷെ അപ്പൊ അത് എനിക്ക് തിരിച്ചു പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഞാനത് മനസ്സിലാക്കാതെ അതിൽ സങ്കടപ്പെട്ട് അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണോ, ഞാൻ എന്റെ ഈ അങ്ങനെ ഒരു ഇത് വന്നിട്ട് ഞാൻ ഫുള്ള് ഇന്ന് ബാക്ക് പോയിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇനിയും റെഡി ആവാനുണ്ട് എന്നാണ്. കാരണം നമ്മൾ ഒരു സ്വർണ്ണങ്ങായി വരുന്നത് കുറെ പ്രോസസ്സിലൂടെയാണ് അല്ലെ. അപ്പൊ ആ സക്സസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളെ കുറെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ യൂണിവേഴ്സ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നു എന്നാണ് ഓരോ സിറ്റുവേഷനിലൂടെ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, സെമീറെ അന്ന് പാലക്കാട് ഭയങ്കര ചൂടാണ്, അവളെ കാണുന്നുണ്ട് പക്ഷേ വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയാലും മോളെയും കൊണ്ട് അത്രയും ചെറിയ മോളല്ലേ, അപ്പൊ ലോങ് യാത്ര പറ്റില്ല എന്നുള്ള രീതിയിലാണ് മലപ്പുറം ഭാഗത്ത് തന്നെ നിന്നത്. പക്ഷെ അവള് എനിക്ക് വേണ്ടി ഇവിടെ കുട്ടിലങ്ങാടി അവളെ തറവാട് വീട്ടിൽ വന്ന് അവിടെ ഞങ്ങൾ ഒന്നിച്ചിരുന്നു. അപ്പൊ അവരൊക്കെ തന്ന ആ ഇത് ഇപ്പൊ ഈ ബി മാജിക് വിടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഇത്രയും നല്ല കുറെ കാര്യങ്ങൾ ഈ ക്ലാസ്സുകൾ മാത്രമല്ല എനിക്ക് ഇതിന് കിട്ടിയ ഒരു ഫാമിലിനെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ എന്തിനു ഒഴിവാക്കി കിട്ടിയ കാര്യങ്ങൾ അപ്പൊ ഞാൻ ചെയ്ത അതിന്റെ റിസൾട്ട് ഞാൻ പിന്നെ അനുഭവിക്കണ്ടേ. അപ്പൊ അതിനുള്ളതാണ് പിന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള, നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വിത്ത് എങ്ങനെയാണ്, ഒരു വിത്താണ് ഇടുന്നത് അല്ലെ, ഒരു മണി. പക്ഷെ അതിന്ന് ലഭിക്കുന്ന കായ് എങ്ങനെയാണ്, ഒരെണ്ണമായിട്ടാണോ നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന, ഫ്രൂട്ട്സോ എന്തോ ആയിക്കോട്ടെ, എത്രയോ മടങ്ങാണ് ഇല്ലേ ഒരു വിത്തിന്ന് കിട്ടുന്ന അതിന്റെ ഫലം എന്ന് പറഞ്ഞ എത്രയോ മടങ്ങ് ആണ്. അപ്പൊ നമ്മൾ ഇടുന്നത് ഒരു നന്മയാണെങ്കിൽ അതിന്റെ അത്രയും മടങ്ങ് നമ്മളിലേക്ക് തിരിച്ചെത്തും. അതുപോലെ നമ്മൾ ഇടുന്നത് ഒരു നമ്മൾ ഒരാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മൾ ആ ഒരെണ്ണമായിട്ടല്ല കിട്ടുക, അപ്പൊ അതിന് മടങ്ങ് കിട്ടും. അതാണ് ശരിക്കും നമ്മളില് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നാട്ടിൽ വന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ വെല്ലുവിളികളുണ്ട്. ഉപ്പാന്റെ ഒരു സിറ്റുവേഷനിലൊക്കെ വന്ന സമയത്ത് അതൊക്കെ ഓരോ ടൈം ആകുമ്പോഴും അതിന് അനുയോജ്യമായ കാര്യങ്ങൾ നടന്നു വരും. നമ്മൾ എന്താണ് എനിക്ക് ശരിക്കും വിഷ്വലൈസേഷനിലും അതിലൊക്കെ ശരിക്കും റിസൾട്ട് ഉണ്ട് ഓരോ കാര്യത്തിനും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇത്രയും ഉണ്ടായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും തോന്നും ഇത്രയും ഉണ്ടായിട്ട് പിന്നെ എന്തിന് ഇപ്പൊ നോക്കുമ്പോൾ ഇപ്പോഴുള്ള ബി മാജിക്കിലുള്ള ആളുകൾക്ക് എന്നെ കുറിച്ച് ചിലപ്പോ എന്നെ കുറിച്ച് എന്നല്ല പറയാന് ചിലപ്പോ ഒന്നിനും വരുന്നില്ല. സിന്ധു മാമിനോട് ഒന്ന് ക്ഷമ ചോദിക്കുന്നു ഈ അവസരത്ത്. കാരണം മാം പല അവസരങ്ങളിലും വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എടുക്കാൻ പറ്റും, പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്താ പറയുക, ശരിക്കും പറഞ്ഞ ഒരു വോയിസ് മതി മാമെ ആ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞാൽ, പക്ഷെ പറയാൻ പറ്റുന്നില്ല. പിന്നെ വിചാരിക്കും അവർ വിളിച്ചത് ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ചോദിക്കാനാണോ അല്ലെങ്കിൽ എന്താ വരാത്ത ഈ കാര്യങ്ങളാവോ, ഇങ്ങനെ ഞാനായിട്ട് കുറെ തിങ്ക് ചെയ്യുന്നു. പക്ഷെ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നില്ല. പക്ഷെ എല്ലാരെ കുറിച്ചും നല്ല ഒരു മൈൻഡിൽ ഉള്ളത് കൊണ്ടാവും തിരിച്ചിതിലേക്ക് കറക്റ്റ് സമയത്താന്ന് തോന്നുന്നു എന്നെ ഇപ്പൊ ഇതിലേക്ക് വിളിച്ചതും. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പറയാന്നല്ലാണ്ട് എനിക്ക് ഇവരെ ഓർഡറിലല്ലേ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയില്ല. അപ്പോ ഞാൻ ഈ സമയത്തൊന്ന് നിർത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ഇത്രയും ഇങ്ങനെ ഒരു അവസരം തന്നതിന് ബി മാജിക് ടീമിനും സേഫ് സാറിനും അല്ലെ ടീം അംഗങ്ങൾക്കും എന്റെ കൊളീഗ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സുലേഹ മാം, താങ്ക് യു സോ മച്ച്. അപ്പം സുലേഹ മാം ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്താണ് നമ്മുടെ ടീം മെമ്പേഴ്സിന് പറയാനുള്ളത്? ആർക്കൊന്നും പറയാനില്ലേ? എന്തുപറ്റി? ആരെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ റെഡി ആവും. ആരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മാജിക് മോർണിംഗ് ഓൾ. ഓക്കെ, സെമീറ മാം. അതെ ഞാൻ സുലേഹ മാമിന്റെ മൈ സ്റ്റോറി കേട്ടു, വളരെ നന്നായിട്ടുണ്ട്. മാമിന് ഒരു ഇത് ഓർഡറിലൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെയൊക്കെ അതില് പ്രതിപാദിച്ച് കണ്ടു. ഞങ്ങള് ബി മാജിക് തുടങ്ങിയ മുതൽക്കുള്ള നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങള് ഇങ്ങനെ പരിചയപ്പെട്ടതും പിന്നീട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ബി മാജിക്കിൽ നിന്ന് കിട്ടിയ ഓരോ പ്രവൃത്തികളും അതിന് കിട്ടിയ ഓരോ ക്ലാസ്സുകളും മാം അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മാം. അപ്പോൾ മാമിന്റെ സ്റ്റോറി വളരെ നന്നായിരുന്നു സുലേഹ മാം. താങ്ക് യു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന സുലേഹ മാം. അതിന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു വി മാജിക് ടീം. താങ്ക്
താങ്ക് യു സമീറ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തത് ആരാ പറയുന്നേ? മാജിക് മോർണിംഗ്. മണി സർ. മാം നന്നായിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ തന്നെയാണ്. പിന്നെ പറയാനുള്ളത് ബി മാജിക്കിൽ വന്നതിന് ശേഷം ഒരു നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഈ ബി മാജിക്കിന്റെ എല്ലാ കൾച്ചറും പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കും, അതുപോലെ തന്നെ ഇതിന്റെ ലീഡറായിട്ട് എങ്ങനെ ഒരു ലീഡർ എങ്ങനെ പെരുമാറേണ്ടത്, അവരെ എങ്ങനെ അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അതെല്ലാം വളരെ ഭംഗിയായിട്ട് നിറവേറ്റി വന്നതാണ്. അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു തരത്തിൽ മറ്റുള്ള വ്യക്തികളെ സ്വന്തം മെമ്പർമാരായിട്ട്, അതായത് ഒരു ഫാമിലി മെമ്പർമാരായിട്ട് കാണുകയും അവരെ കാണാനുള്ള ഒരു ഉള്ളിലുള്ള ഒരു മോഹമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാകുക. എല്ലാരെയും ഒരു കുറവും വെട്ടാതെ തന്നെ എല്ലാ ആൾക്കാരെയും ഓരോരുത്തരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ക്ഷേമം അന്വേഷിക്കാനും അവർക്ക് വേണ്ടി നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ, കോഴിക്കോട് വന്നപ്പോൾ ഞാനും ബഷീർ സാറും കൂടെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു കുറച്ച് സമയം ഉണ്ടായി. അപ്പോൾ അവരെ കൂടെ അവരെ എക്സ്പീരിയൻസ്, അവരെ ലൈഫ് സ്റ്റൈല് എങ്ങനെയൊക്കെ ഉണ്ട്, കൂടെ മകളും ഒക്കെ ഉണ്ടായിരുന്നു. പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ മീറ്റപ്പിന് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും കൂടെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ആത്മാർത്ഥത അത് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഈ ബി മാജിക്കിനോടുള്ള ഒരു അഫെക്ഷൻ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അതിലെ മെമ്പേഴ്സിനോടും വളരെ സ്നേഹത്തോടു കൂടിയിട്ടും ആദരവോട് കൂടിയിട്ടും ഒക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അത് അവരെ ടീച്ചിങ് പ്രൊഫഷന്റെ ആ ഇതും കൂടി അതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും നല്ലൊരു പ്രസന്റേഷൻ ആണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം സുലേഹ മാമിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തതില്? പുതിയ മെമ്പേഴ്സിനൊക്കെ അറിയാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ളവരൊന്ന് ഫീഡ്ബാക്ക് പറയാവോ? ഹേമ മാം, അതുപോലെ തന്നെ നൈന, ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ്. സുലേഹ മാം കുറെ നാളായി കണ്ടിട്ട്. ഞാന് സുലേഹ മാമിനെ കണ്ടപ്പോ സത്യം പറഞ്ഞ നമ്മള് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മള് സൺഡേസിലൊക്കെ സംസാരിച്ചിരുന്നതും, പിന്നെ എന്താ പറയാ, പാട്ടുകൾ പാടിയിരുന്നതും ഗ്രൂപ്പിൽ ഒരുമിച്ച്, അതൊക്കെയാണ് ഓർമ്മ വന്നത്. സത്യത്തില് നല്ല ആക്റ്റീവായിട്ട് വന്നു, നന്നായി സംസാരിച്ചു. കുറച്ച് ജലദോഷം ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ക്ലാസ്, നല്ല പ്രസന്റേഷൻ. വളരെ ആക്റ്റീവായിട്ട് ഇനിയും വരണം. കാരണം ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. വളരെ ഇന്നസെന്റ് ആണ്. സംസാരിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, കൃഷ്ണമൂർത്തി സർ ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സാറിന് മാമിനെ പരിചയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം എന്താണ് കൃഷ്ണമൂർത്തി സർ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇല്ല, ജസ്റ്റ് ഞാനത് ഇത്രയും നേരം കംപ്ലീറ്റ്ലി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ മൈ സ്റ്റോറി എന്നുള്ള ആ നോളജും ഇതുവരെ അത് മനസ്സിലാക്കി ഇങ്ങനെ ഓർമ്മയിൽ വെച്ച് കൊണ്ടു നടക്കുന്ന ആ ഒരു സിറ്റുവേഷനും കണ്ടപ്പം വളരെ ഇത് തോന്നി, എന്താ പറയുക, ചാരിതാർത്ഥ്യം. എന്തായാലും നന്നായിരുന്നു, വളരെ നല്ലൊരു ടോപ്പിക്കിന് പറയാൻ പറ്റുന്ന സ്റ്റോറിയാണല്ലോ, സെൽഫ് സ്റ്റോറിയാണല്ലോ, വളരെ നന്നായിരുന്നു. താങ്ക് യു. Okay, Thank you, sir. Thank you so much. Shadin sir. മാജിക് മോർണിംഗ്. സുലേഖ മാം നന്നായിരുന്നു, പ്രസന്റേഷൻ നന്നായിരുന്നു. ജസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ബി മാജിക്കിൽ വരുന്ന സമയത്ത് എൻ്റെ ലീഡറായിരുന്നു സുലേഖ മാം. ഞാൻ സാധാരണഗതിയിൽ നേരത്തെ എണീക്കുന്ന ആളാണ്. എന്തോ അന്ന് ഒരു ദിവസം ഞാൻ
എണീക്കാൻ വൈകി. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മെഡിറ്റേഷൻ സമയത്ത് എണീക്കാൻ പെട്ടെന്ന് അലറാടിക്കാറുള്ളതാണ്, എന്തോ അറിയില്ല, എണീക്കാൻ വൈകി. കറക്റ്റ് 5:30 ആകുമ്പോ കോള് വരികയാണ്, ഞെട്ടിണീറ്റു. എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ മെഡിറ്റേഷൻ സമയമായിട്ടുണ്ട്, കയറണം കേട്ടാന്ന് പറഞ്ഞിട്ട്. അന്ന് തൊട്ട് ഞാൻ പരമാവധി ഞാൻ പിന്നെ വിട്ടു പോയിട്ടില്ല. കാരണം ഒരു ലേഡി, ഇത്രയും ലക്ഷദ്വീപിലിരിക്കുന്ന ഒരു ലേഡി നമുക്ക് വേണ്ടി കറക്റ്റ് ടൈമിന് നമ്മളതിനെ ഉണർത്തി, നമ്മുടെ ഒരു നല്ലതിന് വേണ്ടി, നമ്മുടെ ലൈഫ് മാറാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു എഫർട്ട്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അവിടെ നിന്ന് തൊട്ടാണ് ഞാൻ അവിടുന്ന് ഒരു കുറച്ച് നാൾ കൂടിയും ആ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് സിന്ധു മാം ആയിരുന്നു. സിന്ധു മാമും അതേപോലെ തന്നെ നമ്മളതിനെ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവരാറ്. സുലേഖബി നല്ലൊരു ലീഡർഷിപ്പിന്റെ ഒരു ഉടമയാണ്. ഇവിടെ ഇപ്പൊ ഒരു ജെൻസിനെയൊക്കെ നമ്മൾ ഒരു 5:30 വിളിക്കാന്ന് പറയുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു, അതിന്റെ ശരിക്കും ഉള്ളിലേക്ക് കിട്ടിയിട്ടുള്ളതാണ്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നതും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഫോളോ ചെയ്യുന്നുണ്ട് അവര്, നമ്മളുടെ മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ ഹോപ്പിനൊക്കെ ഒക്കെ നല്ല പോലെ ഫോളോ ചെയ്യുന്നുണ്ട്. പലപ്പോഴും വിട്ടു പോകുന്നുണ്ട്, എന്നാലും നല്ല രസമായിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു ആ ഒരു ഉണ്ടായിരുന്ന സമയത്ത്. ഇനി തിരിച്ചു പോവില്ല എന്നുള്ളൊരു ഉറപ്പ് കൂടി തന്നിട്ട് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഷാജിർ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് വരാം. ഇല്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? സുലേഖ കേൾക്കുന്നുണ്ടാ ഞാൻ പറയുന്നേ? യെസ് മാം. എന്തായാലും സുലേഖനെ പരിചയപ്പെട്ട മുതൽക്ക് തന്നെ എനിക്കും അറിയാം, നല്ലൊരു വ്യക്തിത്വമാണ്. പക്ഷെ കുറച്ച് ഇടവേള ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ വീണ്ടും രംഗത്ത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും മൈ സ്റ്റോറി സെക്ഷൻ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു ബി മാജിക്കിൽ വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം അച്ചീവ്. കാരണം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെടാൻ സാധിച്ചില്ലേ, അതിന് തന്നെ നമ്മൾ ദൈവത്തോടും പ്രപഞ്ച ശക്തിയോടും നന്ദി പറയുന്നു. എനിവേ നല്ലൊരു മൈ സ്റ്റോറിയാണ് പറഞ്ഞത്. എന്തായാലും താങ്ക് യു സുലേഖ മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇതില് ഇനി നമ്മളെ കൂടെ ഉള്ള സ്റ്റാലിൻ അവരാരും ഇല്ലേ? കുറെ പേര് ഇങ്ങനെ പ്രതീക്ഷിക്കാണ് സംസാരമെങ്കിലും. ഷെയ്നി മാം ഇല്ലേ? ഹലോ സുലേഖ. ഹലോ, മാജിക് മോർണിംഗ് ടു ഓൾ. ഓക്കെ, എന്താണ് സുലേഖ മാമിനെ പറ്റി പറയുവാണെങ്കിൽ ഇത്രയും എന്താണ് നമ്മുടെ ബി മാജിക്കിന്റെ കൾച്ചർ ഉണ്ടായിരുന്ന ടൈമിലും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ അത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരും വീഡിയോ ഓഫാക്കിയിരുന്നാലും സുലേഖ നല്ല ക്ലീൻ ആയിട്ട് ഓണാക്കി സംശയങ്ങളൊക്കെ തീർത്ത് നല്ല ലീഡർ ആയിരുന്നപ്പോഴും ആ ഗ്രൂപ്പിനെ വളരെ ആക്റ്റീവായിട്ടൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കൂടെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഓരോ ലീഡേഴ്സിന്റെയും ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മൾ ഇല്ലെങ്കിൽ പോലും. അപ്പം ഇത്രയും ആത്മാർത്ഥതയോട് കൂടി അല്ലെങ്കിൽ വരണം എന്നുള്ള രീതിയിൽ 100% ആത്മാർത്ഥത പുലർത്തി നമ്മുടെ വിമാജിക്കിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതങ്ങനെ തന്നെ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവിടുന്ന് വിട്ടുപോയാലും വേറെ എവിടെയെങ്കിലുമൊക്കെയോ എന്തെങ്കിലുമൊക്കെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെന്ന് ഓരോ കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അതും എനിക്കറിയാം. തീർച്ചയായിട്ടും ഇപ്പൊ എന്ത് പറ്റി ഇപ്പം കാണാറില്ലല്ലോ ഇതിനകത്ത്, ചിലപ്പോഴെങ്ങാനും ഒക്കെ അല്ലേ കയറാറുള്ളൂ. തിരക്കായതുകൊണ്ടായിരിക്കും അല്ലേ? തിരക്കെന്നൊന്നും പറയാനില്ല. നമ്മള് മെയിൻ ഇത് പ്രയോരിറ്റി കൊടുക്കുമ്പോ ഇത് തിരക്കില്ല. പക്ഷെ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ബാക്ക് പോയി. അതാണ് നമ്മൾ കുറെ നാള് മുന്നേ എന്തൊക്കെയോ ചിന്തിച്ചതിന്റെ റിസൾട്ട് ആയി. അങ്ങനെ അതിന്റെ തുടർച്ച അങ്ങനെ പോയി. ശരിക്കും സെൽഫ് സാർ എടുക്കുന്ന ക്ലാസ്സുകൾ പോലെയാണ് എനിക്ക് തോന്നിയത്. ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുനാൾ ചിന്തിച്ച ആ തോട്ട്സ് അത് പിന്നെ അതിനേക്കാളും കുറെ ഇതായി വന്നു. പിന്നെ അതിനെ മാറ്റി നമ്മൾ തന്നെയാണ്
കുറെ മാറ്റം വരുത്താൻ ശ്രമിച്ചു സ്വയം തന്നെ. പിന്നെ ഞാൻ നോക്കിയപ്പോ ശരിക്കും ലീഡേഴ്സിനോട് എനിക്ക് ഷെയർ ചെയ്യാമായിരുന്നു എന്റെ കുറെ കാര്യങ്ങൾ. ഞാൻ അവിടെ എന്തുകൊണ്ട് ഫാൾട്ട് വരുത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിലും നമ്മളെ ടീമായിട്ട് കണ്ട് അവരെടുത്ത് നമ്മളെ നെഗറ്റീവ്സ് പറയുമ്പോൾ അവർക്ക് പിന്നെയും ബാക്ക് പോവില്ലേ, ആ രീതിയിലായിരുന്നു കുറെ പേരെടുത്ത് പറയാൻ ആദ്യം ഒരു മടി കാണിച്ചു. ശരിക്കും ആ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ആവൂലോ നമ്മൾ അതിന് തുടർന്ന് പോയി. ആദ്യം വന്ന ആ ഒരു കാര്യം തന്നെ ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഇത്ര ബാക്കിലേക്ക് പോവില്ലായിരുന്നു എന്ന് ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഫോൾട്ട് വന്നത് അതൊക്കെ ഞാൻ തന്നെ സ്വയം ചില ദിവസങ്ങളിൽ മാത്രം ഞാൻ പലപ്പോഴും കയറിയിട്ടുണ്ട്. സൈഫാന്റെ ക്ലാസ് നോക്കി ഞാൻ കയറിയ ദിവസമുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും എനിക്കൊന്ന് റെഡിയായി വരട്ടെ, കാരണം കണ്ടിന്യൂ ക്ലാസ് പറ്റുന്നില്ല. അപ്പൊ ആ ഒരു എയിം ഞാൻ ആദ്യം വെച്ചിരുന്നു, ഒരെണ്ണത്തിലെങ്കിലും കയറി. പക്ഷെ അതിലും ഒരു ദിവസം സിന്ധു മാം ആണോ എന്നറിയില്ല, ഇങ്ങനെ പറഞ്ഞു ഒരു ക്ലാസ്സിൽ മാത്രം കയറുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് അപ്പോഴും തോന്നി അയ്യോ ഞാൻ ചെയ്യുന്ന അത് തെറ്റാണോ, അപ്പൊ മറ്റേ സാറന്മാർ ഞാൻ അവഗണിക്കുന്ന പോലെ ആയോ. അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഫിക്സ് ചെയ്തത് എനിക്കിതിലേക്ക് വരാൻ ഞാൻ തന്നെ എന്റെ മൈൻഡിൽ ഇങ്ങനെ റെഡിയാക്കാൻ നോക്കിയതായിരുന്നു. അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ പറയുന്നില്ല, അത് മൈൻഡിലെടുത്തു. അങ്ങനെ സമയം അധികം ആയി തോന്നുന്നുണ്ട്, അറിയില്ല. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ എന്താണേലും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ എന്താന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നു, എന്താണ് അത് പ്രാവർത്തികമാക്കുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെന്നും കേട്ട് അത് പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ നമുക്കൊരു ചേഞ്ച് വരത്തില്ല തീർച്ചയായിട്ടും. കാരണം ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ആക്ഷൻ നമ്മുടെ നിന്ന് വരണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹായ്, മാജിക് മോർണിംഗ്. കേൾക്കാമോ? മാജിക് മോർണിംഗ് സാർ. യാത്രയിലാണ്, ഞാൻ കുറച്ചൊക്കെ കേട്ടു. നന്നായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം കാണാൻ പറ്റി. ഇനി കണ്ടിന്യൂ ആയിട്ട് മാക്സിമം നമ്മളെ ലൈഫല്ലേ, അപ്പം നമ്മൾ മാക്സിമം പങ്കെടുക്കുക. നമ്മളെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കും. പഴയത് വീണ്ടും ഫ്രഷ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. മിസ്സാക്കണ്ട, സ്ഥിരമായിട്ട് വരിക. ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ബഷീർ സർ, ഷില മാം, സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ സുലൈഹ മാം, ബഷീർ സർ പറഞ്ഞ പോലെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വന്നിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പം ഇന്നിങ്ങനെ ഒരു സെഷൻ എടുത്ത സുലൈഹ മാമിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ ഓൾ. താങ്ക് യു Thank you, ഓൾ. Thank you very much. Thank you.